this is me Arun here, your coach, your mentor in trading. Market ഇന്ന് വല്ലാത്തൊരു കൺസോൾട്ടേഷനിലാണ്. യുദ്ധം ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. എന്നാൽ അത് അത്രത്തോളം മാർക്കറ്റിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഇന്ന് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ കൺസോൾട്ടേഷൻ തന്നു, ഓക്കെ, ബട്ട് ഇന്നും വല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു, ഓക്കെ ഫൈൻ, ബട്ട് എന്നാ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് സെഷൻ നിഫ്റ്റി ബാങ്ക് ഫിന്നിഫ്റ്റി നമ്മൾ ഇന്ന് 3 എൻട്രീസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ഹിറ്റ് ആയിരുന്നു നമുക്ക് ഇത് ബേസിക്കലി വന്നിട്ടുണ്ടായിരുന്നത്. നോ പ്രോബ്സ്, ലിമിറ്റഡ് ലോസസ് എന്ന് തന്നെ പറയാൻ കഴിയും. കൺസോൾട്ടേഷൻ ആയിരുന്നു. നമുക്ക് 2 ടൈപ്പ് മാർക്കറ്റ് വരുന്നുണ്ട്. ഒന്ന് ലൈക്ക് നല്ല മൊമെന്റം ഉള്ള മാർക്കറ്റ്, ഇല്ലെങ്കിൽ ഇമ്പൾസീവ് മൂവ്മെന്റ് ടൈപ്സിലും, ഇല്ലെങ്കിൽ ഒരു കറക്റ്റീവ് വേവ്സും ആണ് നമുക്ക് ബേസിക്കലി ഫോം ആവുന്നത്. കറക്റ്റീവ് വേവ്സ് മാത്രമല്ല, സൈഡ് വേസിലാണ് നമുക്ക് ലൈക്ക് ഓപ്ഷൻ ബയേഴ്സിന് പ്രശ്നം വരുന്നത്. ഇന്നലത്തെയും പോലുള്ള സൈഡ് വേസുകളിൽ നമുക്ക് പ്രശ്നം ജനറേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് എന്നാൽ നല്ലൊരു ട്രെൻഡി മാർക്കറ്റ്, ലെറ്റ് ദാറ്റ് ബി ബുള്ളിഷ് ഓർ ബെയറിഷ്, ഇതിൽ എന്തിലും തന്നെ ആണെങ്കിലും നമുക്ക് ഒരു ബയർ എന്ന രീതിയിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ബട്ട് എന്നാൽ സൈഡ് വേസിൽ ഓപ്ഷൻ ഗ്രീക്സ് കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഫോം ആവുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഫിന്നിഫ്റ്റി ആയിരുന്നു ഇതിങ്ങനെ, ഇത് 10th, then here we have 12th October. ഇവിടുന്ന് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കണ്ടോ, ഇതായിരുന്നു ഇന്നത്തെ മാത്രം കൺസോൾട്ടേഷൻ. നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു ഇന്നത്തെ മാത്രം കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആസ് എ ഓപ്ഷൻ ബയർ നമുക്ക് വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമില്ലായിരുന്നു. ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ദെൻ അബൌട്ട് നിഫ്റ്റി, നമ്മൾ 2 എൻട്രീസ് നിഫ്റ്റിയിൽ ട്രൈ ചെയ്തു, 2 പ്രാവശ്യം ട്രൈ ചെയ്തു. ബട്ട് സ്റ്റിൽ നമ്മൾ ബുള്ളിഷ് ആണ്. നമുക്ക് അതിലൊരു മാറ്റവും ഇല്ല. മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഓപ്പൺ ആവുകയും പുള്ളി സൈഡിലോട്ട് നമ്മൾ പുഷ് ചെയ്തു. ഇവിടുന്ന് തന്നെ നടന്നില്ല, ഫെയിലിയർ ആയി. രണ്ടാമത് ഈ ഒരു ബ്രേക്ക്ഔട്ട് എന്ന ടൈമിൽ അത്ര സ്ട്രോങ് അല്ല എന്നറിയാവുന്നത്, ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കി, അതും നടന്നില്ല. ഇറ്റ് വെന്റ് ലൈക്ക് ദിസ്. ഇപ്പോഴും നമ്മൾ ബുള്ളിഷ് തന്നെ, നമുക്ക് അതിൽ ഒരു മാറ്റവും ഇല്ല. നിഫ്റ്റി ബാങ്ക് കണ്ടോ, സെയിം വല്ലാത്തൊരു കൺസോൾട്ടേഷനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ, മൈറ്റ് ബി എത്ര കൺസോൾട്ടേറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. എന്തിനാണ്, നല്ലൊരു ട്രജക്ടറി മൂവ്മെന്റ് കിട്ടാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് അവിടെ. ഗുഡ്. അത് മാത്രമല്ല, ഇന്നത്തെ ലൈവ് സെഷൻ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾ. വിന്നിംഗ് ട്രേഡ്സ് അല്ല, അവിടെ കോമ്പൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈ ഇറ്റ് ഔട്ട്, റൈറ്റ്? ഗുഡ്. നിഫ്റ്റി ബാങ്ക്, ഫിന്നിഫ്റ്റി ആൻഡ് നിഫ്റ്റി നമ്മൾ നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയാണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. നോ ഇന്ന് നമ്മൾ റാൻഡമായിട്ടാണ് നമ്മളുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് നമ്മൾ എടുക്കുന്നത്, ബട്ട് ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഹിയർ വി ഗോ. കൺസോൾട്ടേറ്റ് ചെയ്തു, പിന്നെ താഴത്തേക്ക് വന്നു, ചെറിയൊരു ബുള്ളിഷ് മൂവ്മെന്റിൽ നിൽക്കുകയാണ്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവൽ 34,145. ഇവിടെ നമ്മൾ ബുള്ളിഷ് തന്നെ, ഇവിടെ മാറ്റമൊന്നുമില്ല. ഫൈൻ. ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ മാറ്റമൊന്നുമില്ല. ഈ രീതിയിലാണ് മാർക്കറ്റ് കറന്റ് പോയിട്ടുള്ളത്. നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. നാളെ വെള്ളിയാഴ്ചയാണ്, നമുക്കറിയാം. ഇന്ന് കുറെ അധികം ആൾക്കാർ ക്യാരി ഫോർവേഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഞാൻ അതിനെ പുഷ് ചെയ്തിട്ടില്ലായിരുന്നു. ഹിയർ ലെറ്റ്സ് ടോക്ക് അബൌട്ട് നിഫ്റ്റി. വേറൊന്നുമില്ല, സിമ്പിൾ അനാലിസിസ് ആണ്. നമുക്ക് ലെറ്റ്സ് സേ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന് മുകളിൽ നമുക്കൊരു ബുള്ളി സൈഡിലോട്ട് കീപ്പ് ചെയ്യാം. ഞാൻ ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ. ഈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോൺ തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഒരു സോൺ തന്നെ കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളി സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. 90,900 and 20,000 നമ്മൾ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ജസ്റ്റ് പ്രൈസ് ആക്ഷൻ, ദാറ്റ്സ് ഓൾ മാറ്റേഴ്സ്. ഡെഫിനറ്റ്ലി കുറെ അധികം കൺഫർമേഷന് വേണ്ടി കുറെ അധികം ആൾക്കാർ OA ബേസ് കൊണ്ടുവരുന്നുണ്ട്, ദെൻ സം അതർ സ്ട്രാറ്റജീസ്, കുറെ അധികം കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഞാൻ ബിലീവ് ചെയ്യുന്നത് എന്റെ മെത്തേഡിലാണ്. ഞാൻ അതാണ് അവിടെ കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്? ഗുഡ്. നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നും വേണ്ട, നമുക്ക് ബുള്ളിഷ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈക്ക് മുകളിൽ മതി. 44,700 മുകളിൽ കീപ്പ് ചെയ്യുകയും 44,000 45,000 നമുക്ക് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. നാളെ നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം അതെങ്ങനെ പോകുമെന്നുള്ളത്. ഫൈൻ. ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക്. ദെൻ ഫിന്നിഫ്റ്റി. യെസ്, ഹിയർ വി ഗോ. ഫിന്നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം പ്രോസസ് തന്നെ നോക്കാം. ഈ ഒരു സെർട്ടൻ റേഞ്ചിന് മുകളിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം. അതായത് 90,986 മുകളിൽ ബുള്ളിഷ് വ്യൂവും ടാർഗറ്റ് ആയിട്ട് 20,000 20,100 നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഫൈൻ. ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ് നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത്. മാറ്റമൊന്നുമില്ല.
എല്ലാവരും ചാടി കയറി എടുക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. മാർക്കറ്റ് ഇച്ചിരി കയറി ഇനി ഇത്ര കയറി ഇനി അത് വീഴാൻ പ്രോബിലിറ്റീസ്, അതൊക്കെ തെറ്റാണ്. അങ്ങനെയല്ല നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ഫൈൻ, അങ്ങനെയല്ല നമ്മളത് തിങ്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക, ട്രെൻഡ് അനാലിസിസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പക്കായിട്ട് നമ്മൾ ട്രെൻഡ് അനാലിസിസ് ചെയ്യണം. എന്തൊക്കെ സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ദയവ് ചെയ്ത് ആരും ട്രേഡ് ചെയ്യരുത്. നിങ്ങളുടെ വ്യൂ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ ട്രെൻഡ്, ടോട്ടൽ ട്രെൻഡ് മൈറ്റ് ബി നിങ്ങൾ എടുക്കുന്ന ടൈം ഫ്രെയിംസ് കൊണ്ട് ചെറിയ ഡീവിയേഷൻസ് വരും. ബട്ട് എന്നാൽ ഇച്ചിരി ഹയർ ടൈം ഫ്രെയിംസ് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. 50 മിനിറ്റ്സ് തന്നെ ട്രേഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ലെസ് ദാൻ 5 മിനിറ്റ്സ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൂട്ടി നോക്കി ഒരു 5 മിനിറ്റ്സ് കൂടെ അധികം നാളും ട്രൈ ചെയ്ത് നോക്കിയേ വിന്നിംഗ് റേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മളൊരു കാര്യം ട്രൈ ചെയ്യുന്നുണ്ട്, അത് എപ്പോഴും ഫെയിലർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ സം മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അത് ശരിയാക്കാനായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, എല്ലായിടത്തും നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ, ആൻഡ് ഓൾസോ മാർക്കിനെ പറ്റി അപ്ഡേറ്റ്സ് കാണും, കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 2 to 3 hours മൈറ്റ് ബി ഫ്രം 7 to 9 അല്ല 7 to 10 ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയും. കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയുന്നു. ബാക്കി ടൈം ലൈക്ക് വേറെ ഒന്നുമില്ല, മാർക്കറ്റ് അവേഴ്സ് വരുന്നുണ്ട്. സോ അവിടെ കൺഫ്യൂസ് ആകുകയില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. നമുക്കപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് ലൈവ് കാണാവുന്നതാണ്. ബൈ.